അഴകർ ക്ഷേത്രത്തിലെ ആന സഹോദരനെ തേടി വന്നു. അത് വലിയ ശശ്ബത്തോടെ കാട്ടിലേക്ക് വന്നു. തിളങ്ങുന്ന പട്ടുസാരി പുറകിൽ കെട്ടിയിരുന്നു. അതിനെ കണ്ട കാട്ടുമൃഗങ്ങൾ ഭയന്ന് സന്തോഷിച്ചു. മൃഗങ്ങൾ ഉണർന്നയുടനെ ആവേശത്തോടെ കാലുകൾ വീശി കുട്ടികളെപ്പോലെ ഉറക്കെ ചിരിച്ചു. വളരെ കട്ടിയുള്ളതായി വളർന്ന തെങ്ങ് പറിച്ചെടുക്കാൻ ശ്രമിച്ചു. ചന്ദ്രൻ പിറന്നു. ഇരുട്ടതതിനെ ചുറ്റി എന്തു ചെയ്യണമെന്ന് അറിയാതെ അത് സ്തബ്ധനായി തിളങ്ങുന്ന പട്ടുസാരി പുറകിൽ വന്നു. അത് കണ്ട കാട്ടുമൃഗങ്ങൾ ഭയന്ന് സന്തോഷിച്ചു. അതിനെ വളർത്തിയ പുറജാതി നൽകിയ ഭക്ഷണം കഴിക്കുന്ന ശീലം കാരണം ഇത്രയും കട്ടിയുള്ളതായി വളർന്ന ഈന്തപ്പന എങ്ങനെ പറിച്ചെടുക്കണമെന്നറിയാതെ അത് നിശ്ചലമായി അഴകർ ക്ഷേത്രത്തിലെ ആന സഹോദരനെ തേടി വന്നു. അത് വലിയ ശബ്ദത്തോടെ കാട്ടിലേക്ക് വന്നു. തിളങ്ങുന്ന പട്ടുസാരി പുറകിൽ കെട്ടിയിരുന്നു. അതിനെ കണ്ട കാട്ടുമൃഗങ്ങൾ ഭയന്ന് സന്തോഷിച്ചു. മൃഗങ്ങൾ ഉണർന്നയുടനെ ആവേശത്തോടെ കാലുകൾ വീശി കുട്ടികളെപ്പോലെ ഉറക്കെ ചിരിച്ചു. വളരെ കട്ടിയുള്ളതായി വളർന്ന തെങ്ങ് പറിച്ചെടുക്കാൻ ശ്രമിച്ചു. ചന്ദ്രൻ പിറന്നു. ഇരുട്ടതതിനെ ചുറ്റി എന്തു ചെയ്യണമെന്ന് അറിയാതെ അത് സ്തബ്ധനായി തിളങ്ങുന്ന പട്ടുസാരി പുറകിൽ വന്നു. അത് കണ്ട കാട്ടുമൃഗങ്ങൾ ഭയന്ന് സന്തോഷിച്ചു. അതിനെ വളർത്തിയ പുറജാതി നൽകിയ ഭക്ഷണം കഴിക്കുന്ന ശീലം കാരണം ഇത്രയും കട്ടിയുള്ളതായി വളർന്ന ഈന്തപ്പന എങ്ങനെ പറിച്ചെടുക്കണമെന്നറിയാതെ അത് നിശ്ചലമായി അഴകർ ക്ഷേത്രത്തിലെ ആന സഹോദരനെ തേടി വന്നു. അത് വലിയ ശബ്ദത്തോടെ കാട്ടിലേക്ക് വന്നു. തിളങ്ങുന്ന പട്ടുസാരി പുറകിൽ കെട്ടിയിരുന്നു. അതിനെ കണ്ട കാട്ടുമൃഗങ്ങൾ ഭയന്ന് സന്തോഷിച്ചു. തന്റെ ജീവിത രീതി തെറ്റാണെന്ന സത്യം അയാൾക്ക് മനസ്സിലായി. ഇനി മുതൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ അയാൾ ദൃഢനിശ്ചയം ചെയ്തു. സുന്ദരനായ ആനയുടെ ചിന്തകൾ നമുക്കു നല്ല ഫലങ്ങൾ നൽകട്ടെ. അങ്ങനെ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ നല്ല ആരോഗ്യത്തോടെ നിറവേറ്റാൻ കഴിയും.